ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു കുക്കർ ചിക്കൻ തയ്യാറാക്കിയാലോ. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഹോൾ ചിക്കൻ തന്നെ എടുത്തിരിക്കുകയാണ്. ഇതിനെ സ്കിന്നോട് കൂടി ചിക്കൻ വേണമെങ്കിൽ എടുക്കാം. സ്കിന്ന് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിന്നില്ലാതെ എടുക്കാമേ. അപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്തെടുത്തതിന് ശേഷം അതിനെ ഒന്ന് വരഞ്ഞെടുക്കണം. നന്നായിട്ടൊന്ന് കത്തി കൊണ്ട് ഫുൾ ചിക്കനും ഒന്ന് വരഞ്ഞെടുക്കണം. മസാലകൾ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ഇതിനുള്ള മസാല നമുക്ക് തയ്യാറാക്കാമേ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയുമാണ് പൊടികൾ. ഒപ്പം ഉപ്പും കൂടെ ചേർത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചതും കൂടെ ആഡ് ചെയ്യണേ. അതിനുശേഷം അടുത്തതായി ചേർക്കുന്നത് തൈരാണ്. പുളി കുറഞ്ഞിട്ടുള്ള തൈരാണ് നല്ലത്. അധികം പുളി ആവശ്യമില്ല, എങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒത്തിരി അങ്ങ് മാറിപ്പോവും. തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. നല്ല രീതിയിൽ കുഴച്ചതിന് ശേഷം കുറച്ച് ഓയിൽ. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഓയിൽ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാമേ. ഓയിൽ വേണ്ട, ഒരു തുള്ളി പോലും ഇപ്പോൾ ചേർക്കണ്ട എന്നുള്ളവർക്ക് ചേർക്കണ്ട. വളരെ കുറച്ച്, 1 ടീസ്പൂൺ അത്രേ വരുള്ളൂ. ഓയിലും കൂടെ ചേർത്ത് ഒന്ന് മസാല റെഡിയാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ വരഞ്ഞു വെച്ച ചിക്കൻ എടുത്ത് ആ ചിക്കനിലേക്ക് ഈ മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണേ. ഇത് ഹോൾ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മസാല എത്തിയില്ലെങ്കിൽ നമുക്കതധികം ഇഷ്ടപ്പെടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മസാലയൊക്കെ തേച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്നതാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ അത്രയും നല്ലതാണ്. മസാലയൊക്കെ അധികം പിടിക്കും. ഇത് കുക്കറിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ കൂടെ ഓയിൽ ചേർത്തിട്ടാണ് കുക്കറിൽ വെച്ച് ഒരു 2 വിസിൽ കേട്ട് വേവിച്ചെടുത്തതാണ്. ഇതിലിപ്പോൾ ഒന്നും തന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർത്തിട്ടില്ലേ. അപ്പോൾ അടുത്തതായിട്ട് മസാല എങ്ങനെയാണ്, ഇതിലേക്ക് ഒരു ചെറിയൊരു ഗ്രേവി ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് കുക്കറിൽ വെച്ച് വേവിച്ചപ്പോഴുള്ള ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്കാണ് മാറ്റി വെച്ചിരുന്നത്. അതിലേക്ക് കുറച്ച് മസാല, നമ്മൾ ആദ്യം ചിക്കനിൽ പുരട്ടിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് മസാലയും ഉള്ളി, തക്കാളി എന്നിവ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുകയാണ്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം. മസാല ഒന്ന് വാടി അതിലേക്ക് ക്യാപ്സിക്കമാണ് അടുത്തതായിട്ട് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് വാടി കിട്ടണേ. ഈ സവോളയും തക്കാളിയും ക്യാപ്സിക്കം ലാസ്റ്റ് ചേർത്താൽ മതി, അധികം വാടേണ്ട ആവശ്യമില്ലേ. അപ്പോൾ നന്നായിട്ട് ബാക്കി മസാലകളെല്ലാം നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ കുക്കറിൽ ഒരു തുള്ളി വെള്ളം പോലും വയ്ക്കാതെയാണ് ചിക്കൻ വെച്ചത്. പക്ഷേ ഇത്രയും സ്റ്റോക്ക് അതിലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ മല്ലിയിലയും കൂടെ ഒന്ന് തൂവി കൊടുക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് ചെറു തീയിലിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് സെർവ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ്. നല്ല കുക്കറിൽ വളരെ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഒരു 10 to 20 മിനിറ്റ്സ് വെന്തിട്ടുള്ളൂ. പക്ഷേ നന്നായിട്ട് വെന്ത് വളരെ സോഫ്റ്റ് ചിക്കനായിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രേവി തയ്യാറാക്കുമ്പോൾ വേണമെങ്കിൽ വീണ്ടും നമുക്ക് കുറച്ചുകൂടി തന്നെ ഓയിൽ ചേർക്കാതെ ഉപയോഗിക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കാമേ. നമുക്ക് ഈ കുക്കറിൽ നിന്ന് എടുത്തിട്ട് ഗ്രേവി തയ്യാറാക്കാതെ തന്നെ, പക്ഷേ ഗ്രേവി തയ്യാറാക്കിയപ്പോഴാണ് ഒത്തിരി ടേസ്റ്റ് കൂടിയത്. ഗ്രേവി തയ്യാറാക്കാതെ അത്രയും ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുള്ളവർക്ക് ആ കുക്കറിൽ നിന്ന് എടുത്ത ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാം. പക്ഷേ ഈ ഒരു ഗ്രേവി തയ്യാറാക്കി കഴിക്കുമ്പോഴത്തേക്കും സൂപ്പർ ടേസ്റ്റാണ്. ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.